ശ്രീമന്നാരായണീയം ദശകം 15 കപിലോപദേശം. വൃത്തം മാലിനി. ശ്ലോകം 1. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. മതിരിഹ ഗുണസക്ത ബന്ധകൃത്തേഷ്വസക്ത ത്വമൃതകൃതുപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം മഹദനുഗമലഭ്യ ഭക്തിരേവാത്ര സാധ്യ. കപിലതനുരിതി ത്വം ദേവഹൂത്യൈനഗാദി. ഭാഗവതം തൃതീയ സ്കന്ധത്തിന്റെ അവസാനത്തില് 25-ാം അധ്യായം മുതൽ 33-ാം അധ്യായം കൂടി 9 അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള കപിലോപദേശത്തിന്റെ സാരം ആണ് ഇവിടെ പറയുന്നത്, ഈ ദശകത്തിൽ പറയുന്നത്. ഓരോ ശ്ലോകം കൊണ്ട് ഓരോ അധ്യായം ചുരുക്കി പറഞ്ഞിരിക്കുകയാണ്. ആദ്യമായി ഭക്തിയോഗത്തിനുള്ള വിശേഷം. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നീ 3 മാർഗങ്ങൾ മോക്ഷപ്രാപ്തിയിലേക്ക് ഉണ്ട്. അതിലെ ഭക്തിയോഗത്തിന്റെ വിശേഷം പറയണം. ഇഹ, ഈ ലോകത്തിൽ, ഇവിടെ ഗുണസക്ത മതി. സുഖവിഷയങ്ങളില് ഗുണസക്ത മതി, ആസക്തി ഉണ്ടായാൽ മതി ബുദ്ധി. ബന്ധകൃത്, സംസാര ബന്ധത്തിന് കാരണമായി തീരുന്നു. പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനെ സേവിക്കാൻ താല്പര്യമുണ്ടാവില്ല, സമയവും ഉണ്ടാവില്ല. തേഷു, അവയിൽ, അസക്താത്തു, ആസക്തി ഇല്ലെന്ന് വന്നാലോ, അവയിൽ എന്ന് പറഞ്ഞാൽ ഈ സുഖവിഷയങ്ങളിൽ അതില് തീരെ താല്പര്യം ഇല്ല എന്ന് വന്നാലോ, അമൃതകൃത്, അത് മോക്ഷത്തിന്, അമൃതം എന്ന് പറഞ്ഞാൽ ഇവിടെ മോക്ഷമാണ്, ആ മോക്ഷത്തിന് കാരണമായി കൃത് ഭവിക്കുന്നു. അപ്പോ ക്ഷണികങ്ങളായ, കൂടുതൽ സമയം നിലനിൽക്കുന്നതല്ലാത്ത, പെട്ടെന്ന് നശിക്കുന്നതായ ആ ജീവിത സുഖങ്ങളുടെ പിന്നാലെ ഓടുന്നവർക്ക് ഭഗവാനോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. ആനന്ദസ്വരൂപനായ ഭഗവാനില് കൂടുതൽ താല്പര്യം, ഭക്തി, ആസക്തി ഉണ്ടായാലോ പിന്നെ ഈ സുഖങ്ങളുടെ, ഈ ക്ഷുദ്രങ്ങളായിട്ടുള്ള ഈ സുഖങ്ങളുടെ നേരെ തിരിഞ്ഞു നോക്കുവാനും തോന്നില്ല. ഭഗവാനെ കുറിച്ചുള്ള പരമപ്രേമം തന്നെയാണ് ഭക്തി. അത് മുക്തിക്ക് കാരണമാണ്, മോക്ഷത്തിന് കാരണമാണ്. ഭഗവത് ഭക്തി ഇനി മോക്ഷത്തിന് കാരണമായി ഭവിക്കുന്നു എന്ന് പറഞ്ഞു. സുഖങ്ങളിലേക്ക് ഉള്ള ആ ആസക്തി ഇല്ലാതാകുമ്പോൾ അത് മോക്ഷത്തിന് കാരണമായിട്ട് വരികയാണ്. ഭക്തിയോഗ തു, ഭക്തിയോഗമാകട്ടെ, തു ആകട്ടെ, സക്തിം ഉപരുന്ധേ, ഈ വിഷയങ്ങളിലേക്ക്, വിഷയസുഖങ്ങളിലേക്ക് പോകുവാനുള്ള ആ താല്പര്യത്തെ, ആ ആസക്തിയെ ഇവിടെ ഉപരുന്ധേ, തടയുന്നു. ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭഗവത് ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ പറ്റും. മറ്റുള്ള സുഖങ്ങളുടെ പിന്നാലെ ഓടാൻ മനസ്സിനെ അത് അനുവദിക്കില്ല. അത്ര, ഇവിടെ
മഹത് അനുഗമ ലഭ്യ. മഹാന്മാരുടെ അല്ലെങ്കിൽ മഹാന്മാരെ അനുഗമിച്ചിട്ട് ലഭ്യ കിട്ടിയ. ഇവിടെ മഹാന്മാരുടെ സംസർഗം കൊണ്ട് ഉണ്ടാവുന്ന ഭക്തി, ആ ഭക്തി ഏവ, ഭക്തി തന്നെയാണ് സാധ്യ ഇവിടെ സമ്പാദിക്കേണ്ടത്. സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട്, കൂട്ടുകെട്ടുകൊണ്ട് എളുപ്പത്തിൽ ലഭിക്കുന്നതാണ് ഈ ഭക്തി. അപ്പൊ ഈ ഭക്തിയാകട്ടെ സജ്ജനങ്ങളുടെ കൂട്ടുകെട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാകുന്നതുമാണ്. ആ ഭക്തിയെയാണ് ഇവിടെ നമ്മൾ സമ്പാദിക്കേണ്ടത്. ഇതി ഇപ്രകാരം കപിലതനു, കപില സ്വരൂപനായ, കപിലനായിട്ട് അവതരിച്ചിട്ടുള്ള ത്വം നിന്തിരുവടി ദേവഹൂത്യൈ നഗാതി, ദേവഹൂതിയോട് അരുളി ചെയ്തു. സജ്ജനങ്ങളുമായിട്ടുള്ള കൂട്ടുകെട്ട് മൂലം ഉണ്ടാകുന്ന ആ ഭക്തി സമ്പാദിക്കാനാണ് ജീവിതത്തിൽ എല്ലാവരും ഉത്സാഹിക്കേണ്ടത്. കാരണം അത് മോക്ഷത്തിലേക്കുള്ള മാർഗമാണ്. ഇപ്രകാരം കപില വാസുദേവമൂർത്തിയായിട്ട് അവതരിച്ച ഭഗവാൻ അമ്മയായ ദേവഹൂതിക്ക് ഉപദേശിച്ചു. ഈ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളും ദുഃഖത്തിന് കാരണമാകുന്നതാണ്. ഇപ്പൊ ഇവിടെ സംസാര ബന്ധത്തിനും ആത്മാവിൻ്റെ മുക്തിക്കും കാരണം മനസ്സ് തന്നെയാണ്. ഗുണങ്ങളിലേക്കുള്ള ഒരു ആസക്തി ഉണ്ടാകുമ്പോൾ അത് ബന്ധനമായി തീരും, ബന്ധകാരണമായി തീരും. ഭഗവാനിലേക്ക് ആസക്തി ഉണ്ടായാലോ അത് മുക്തി കാരണവും മോക്ഷകാരണവും ആയി തീരും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.